ഹേ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഞാനിന്ന് വീണ്ടും നമ്മുടെ ഗ്രാനി ചാപ്റ്റർ 2 ആണ് അറിയാൻ പോണേ. ഞാൻ ഏതായാലും കൂടുതൽ പറഞ്ഞു വെക്കുന്നില്ല. ഞാൻ ഏതായാലും നമ്മുടെ പ്ലേ കൊടുത്തിട്ടുണ്ട്, ഈസിയും കൊടുത്തു, ബോത്താണ് സെലക്ട് ചെയ്യണേ. ഞാൻ ഏതായാലും നമ്മുടെ ഗെയിം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിനകത്ത് എസ്കേപ്പ് ആവാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ഇത് ഭയങ്കര ടഫാണ്. എനിക്കറിയില്ല ഇതിനകത്ത് എങ്ങനെ എസ്കേപ്പ് ആവേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. എസ്കേപ്പ് ആവേണ്ട സാധനങ്ങളൊക്കെ ഇപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന്. സാധനങ്ങൾ ബോട്ട് എസ്കേപ്പിനുള്ളത് എനിക്ക് മനസ്സിലായി, ഹെലികോപ്റ്റർ എസ്കേപ്പിനുള്ളത് മനസ്സിലായി. പിന്നെ എനിക്ക് ഒരെണ്ണം മാത്രം മനസ്സിലായിട്ടില്ല, നമ്മുടെ ഡോർ എസ്കേപ്പിനുള്ള സാധനം. അത് മാത്രം എനിക്ക് മനസ്സിലാവാത്തുള്ളൂ. ബാക്കി രണ്ടെണ്ണം എനിക്ക് മനസ്സിലായി, എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്നുള്ളത്. ഞാൻ ഏതായാലും ഇവിടെ ഒളിച്ചിരിക്കുന്നുണ്ട്. അവരിപ്പോൾ വരും. ദേ ഗ്രാൻഡ്പായിരുന്നു, ദേ പോകണമൊക്കെ കയ്യിലൊരു വടി വളച്ചു പിടിച്ചോണ്ട് വരുന്നു. ഇനി ഗ്രാനി വരുന്നോണ്ടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ദേ പോകുന്നു. എടാ, കയ്യിലൊരു കുടച്ചക്രം പിടിച്ചോണ്ടാ ഗ്രാനി പോണേ. ഗ്രാൻഡ്പയുടെ ഒരു കമ്പ് വളച്ചു വെച്ചേക്കുന്നത്. പക്ഷെ ആ കമ്പിന് നല്ല വില ഉണ്ട് കേട്ടോ. ക്രോവാറില്ല, അതേതായാലും അത് ക്രോവാറില്ല. കാരണം ക്രോവാറാകുമ്പോൾ കുറച്ച് നമ്മുടെ കയ്യിലിരിക്കുന്ന ക്രോവാറില്ല, അതുപോലെയാണ് സ്റ്റൺ ഗണ്ണ് കിട്ടി. അത് ക്രോവാറില്ല, വടി വളച്ച് വെച്ചേക്കണം. ഞാൻ ഇനി ഇവിടെ ശബ്ദം ഉണ്ടാക്കിയിട്ട് ഗ്രാനിനെ വിളിക്കട്ടെ. ഗ്രാനിനെ വിളിച്ചിട്ട് നമുക്ക് ഗ്രാനിനെ കൊല്ലാം ആദ്യം, എന്നിട്ട് നമുക്ക് ഗ്രാൻഡ് പാനെ കൊല്ലാം. അതാണ് നമ്മുടെ ബുദ്ധി. ഓക്കെ, എനിക്ക് ഗ്രാനി വരുന്നില്ലല്ലോ. ഓക്കെ, അങ്ങനെ ഗ്രാനി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രാനിക്കിട്ടൊരെണ്ണം പൊട്ടിക്കന്നെ. ഇനി നമുക്ക് ഗ്രാൻഡ് പാ എന്നോട്ടം വരെ വെയിറ്റ് ചെയ്യണം. ഉണ്ടതാ? ഓക്കെ, ഉണ്ട് കിട്ടി. ഗ്രാൻഡ് പാ ഇത് അങ്ങോട്ട് മറിഞ്ഞെടുക്ക്. ഓക്കെ, മറിഞ്ഞിട്ടുണ്ട്. വരുന്നില്ലല്ലോ. ഇതേ തലയെ കുറേ പൂടേം വെച്ചോണ്ട് ഗ്രാനി കിടക്കുന്നു അവിടെ, ഒരു ബിയർ അടിച്ചോണ്ട്. ഗ്രാനി മാഞ്ഞു പോയാലും ഗ്രാൻഡ് പാ വരുന്നില്ലെന്നാണ് തോന്നുന്നത്. അതേ വന്നല്ല. ഓക്കെ, നിൽക്ക്. ഇന്ന് കാലിൻ്റെ ശരിയാണ്, തുടക്കിട്ട് ഞാൻ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിൽക്കുന്നത് ഗ്രാൻഡ് പായുടെ താലിയിൽ നിന്ന്. എടാ, സാധാരണ നമ്മൾ ഭർത്താക്കന്മാർ ഭാര്യകൾക്കല്ലേ നമുക്ക് താലി കേട്ടോ, ഇത് നേരെ തിരിച്ചാ. ഞാൻ ഏതായാലും സ്റ്റൺ ഗൺ എടുത്തു. ഇനി ഉണ്ടെടുക്കുക. ഇതാണല്ലേ വടി, കണ്ടില്ലേ വളച്ച് വെച്ചേക്കുന്നത്. അതിനകത്ത് ഇച്ചിരി ടൊമാറ്റോ സോസ് തിന്നപ്പോൾ ചാടിപ്പോയി അതിനകത്ത് ഇച്ചിരി. അതാണ് കേട്ടോ പാട്. ഞാനിപ്പോൾ താഴേക്ക് അടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ പെയിൻറ്റിങ് എടുത്തുകൊണ്ട് വരാം, നമ്മുടെ അപ്പാപ്പൻ്റെ പെയിൻറ്റിങ്, അത് എടുത്തുകൊണ്ട് വരാം. ഞാൻ എടുത്തിട്ടുണ്ട് അത്. ഇനി നമുക്ക് ഏതെങ്കിലും ഇതുകൊണ്ട് മേളിലേക്ക് പോവാം. ഞാനതെടുത്തു, നേരെ മേളിലേക്ക് പോയി. ഓക്കെ, ഇനി നമുക്കിത് ഇവിടെ കൊണ്ടുപോയി ഫിറ്റ് ചെയ്യാം. എവിടെയാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ കൂടെ ഫിറ്റ് ചെയ്യാം. ഹെലികോപ്റ്റർ മേലോട്ടി. ഓക്കെ, ഇനി നമ്മൾ മിക്കവാറും ഹെലികോപ്റ്റർ എസ്കേപ്പ് ആയിരിക്കും ചെയ്യുന്നത്. എടാ, എനിക്ക് ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. ഞാൻ ചെയ്യുമെന്ന് എനിക്ക് ഒട്ടും ഉറപ്പില്ല കേട്ടോ. ചുമ്മാ അങ്ങോട്ട് വീഡിയോ എടുക്കുന്നേ, എനിക്ക് ഒരു ഉറപ്പില്ല. ഇവിടെ ഗ്രനേഡ് ഇരിപ്പുണ്ട് കേട്ടോ. എനിക്ക് ഒരു ഉറപ്പില്ല ഞാൻ എസ്കേപ്പ് ആവുമെന്ന്. ഞാൻ ഏതായാലും ഇവിടെ നിന്ന് എടുത്ത് ഇങ്ങോട്ട് ചാടാൻ പോവാണ്. ചാടുന്നില്ല, ഇത് താഴേക്ക് ഇടാൻ പോവാണ്. ഞാൻ ചാടി. എടാ, ഓടിക്കേറുക്കോ, ഇവിടെ ആരുമില്ല. പെട്ടെന്ന് ഇറക്കോ. എൻ്റെ അമ്മേ, എടാ ഞാൻ ചാടില്ലടാ, അത് ഞാൻ താഴേക്ക് ഇട്ടതാ. എടാ, വഴി മാറി. ഇതല്ല വഴി. ഇത് അവിടെ. ഗ്രാനിയുടെ ഫോർ സ്റ്റെപ്പ് കേൾക്കുന്നുണ്ടല്ലോ, അത് ഗ്രാനിയുടെ ആയിരിക്കത്തില്ല. ഓക്കെ, ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ഡോർ എന്തിനാണ് ഇവിടെ വെച്ചത്? ഇത് മറ്റേ അപ്പുറത്തെ സൈഡിൽ നിന്ന് തുറക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഏത് സൈഡിൽ നിന്ന് ഇനി തുറക്കുക? ഞാൻ ഏതായാലും നേരെ അടിയിലേക്ക് ചാടി. ഇവിടെ ആരും കാണാനൊന്നുമില്ല. ഞാനിതിൽ ഇങ്ങോട്ട് പോയി. എടാ, ഇതെന്ത് സംഭവം? ഇതെനിക്ക് ഒട്ടും അത്ഭുതമായിട്ട് തോന്നുന്നില്ല കേട്ടോ. ഗ്രാനി അവിടെ പാത്രം കഴുകുന്നു, നമുക്ക് പോവാം. എനിക്ക് വലിയ അത്ഭുതമായിട്ടൊന്നും തോന്നില്ല. കാരണം ഇത് എത്ര നേരമായി, നമ്മൾ കഴിഞ്ഞ വീഡിയോ തന്നെ കണ്ടതാ. അത് ഗ്രാനി അവിടെ പാത്രം കഴുകണം. ഇത് നോക്ക്, ഒന്നുകൂടെ നോക്കണ്ടോ, ചൂടുവെള്ളം തിളപ്പിക്കണോ ഗ്രാനി? എനിക്ക് ഗ്രാനിക്ക് ടോഫൻ കൊടുക്കണം എന്നുണ്ട്, പക്ഷെ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ വെറുതെ വീഴും. ഗ്രാൻഡ് പാ അതിലൂടെ കറങ്ങി നടപ്പുണ്ട്. ഇവരൊക്കെ എന്നെ റിച്ചാലേ. ഇപ്പം കറക്റ്റായിട്ട് കൊണ്ടിട്ടുണ്ട്.
ഓക്കെ. ഇനി ഇതേ ഇവിടെ എൻ്റെ അമ്മ അതെന്നാ വീഴ്ചയുടെ വീണേ. എൻ്റെ അമ്മോ. എടാ അറിയാതെ ഡേ 4 ആയി. അതെൻ്റെ ഡേ 3 ഞാൻ ഗ്രാനീനെ കൊന്നത്. ഡേ 4 എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാൻഡ് പേനെ കൊല്ലാൻ നോക്കിയതാണ്. ഗ്രാൻഡ് പെന്നെ കൊന്നു. സോ ഞാൻ ഏതായാലും ഇവിടെ നിന്ന് ഈ ഡോർ തുറന്നിട്ട് ഒന്നുകൂടെ ഞാൻ ആ സൗണ്ട് ഉണ്ടാക്കാൻ പോവാണ്. എന്നിട്ട് അവർ രണ്ടുപേരും വരട്ടങ്ങോട്ട്. ഓക്കെ, ഓടിക്കോ. എടാ ട്രാപ്പൊക്കെ അവിടെ തലതിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഇതാ കണ്ട. ഗ്രാനിക്ക് പിന്നെ ഭയങ്കര ബുദ്ധിയാണ്. ട്രാപ്പ് എല്ലാം നേരെ എടുത്തുള്ളൂ. ഇപ്പം ആരാ വരുന്നത് ആദ്യം? ആരും വന്നില്ലേ. എടാ ആ ട്രാപ്പ് മാഞ്ഞു പോയി. ഗ്രാൻഡ് പ വന്നുകൊണ്ടാണെന്ന് തോന്നുന്നു. ഗ്രാൻഡ് പ ഗ്രാനിയോടെ പറഞ്ഞാണോ നിൻ്റെ മായാജാലത്തിലൂടെ ട്രാപ്പ് കൊണ്ടുപോകാൻ പറഞ്ഞാണ്. എടാ ഈ ഗ്രാനി എവിടെ നിന്നാണ് ഇത്രയും ട്രാപ്പ് ഇടുന്നത്? എന്നാ കഴിവാണ് നോക്കണേ ഗ്രാനിയുടെ. എൻ്റെ സ്ക്രീനിന് ചുറ്റിനും ബ്ലഡായി. ഇവിടെ നിന്നാണ് എന്നെ കൊന്നത്. ഗ്രാനിയുടെ എല്ലാ വീടും 2 നിലയാട്ടോ. നല്ല സെറ്റപ്പാണ്. പക്ഷെ ഈ വീട് മാത്രം 3 നിലയാണ്. കാരണം താഴെ അല്ല, ഇത് 4 നില വീടാണ്. അന്ന് മറ്റേ ആ ബോട്ടിൻ്റെ അണ്ടർഗ്രൗണ്ട്, പിന്നെ നമ്മൾ സ്പോണായ അണ്ടർഗ്രൗണ്ട്, പിന്നെ ഈ ഇതില്ലേ സ്റ്റെപ്പിൻ്റെ താഴെയുള്ളത് ഈ ഫ്ലോറ്, പിന്നെ ഈ ഫ്ലോറ് 4 നിലയായി. അല്ലടാ 5 നില ഉണ്ട്. മറ്റേ ആ ഹെലികോപ്റ്ററിൻ്റെ അതുകൂടെ. പിന്നെ വലിയ വീടാണ് ഗ്രാൻഡ് പേടെ. എടാ ഗ്രാൻഡ് പേടെ എന്നാ വലിയ വീടല്ലേ. പക്ഷെ നമുക്കിതിനകത്ത് ഇവിടുത്തെ എല്ലാ വഴി അറിയാം. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഗ്രാൻഡ് പക്ക് ഭയങ്കര ബുദ്ധിയാണ്. ഗ്രാൻഡ് പക്ക് എങ്ങനെയാണ് ഇത്രയും വലിയ വീട്? ഗ്രാനിക്ക് ഒരു ചെറിയ വീടാണ്. ദേ വരുന്നു. നീയല്ലടാ എന്നെ ഇവിടെ വെച്ച് കൊന്നേ. നല്ല മുഖപരിചയം ഉണ്ടല്ലോ. ഇങ്ങോട്ട് ആർക്കടാ വന്നേക്കണം. ദേ ഇവിടെ അതാണ് ഗ്രാനിയുടെ ഫോട്ടോ. അതാണ് ഗ്രാനി, അതാണ്. സോ ഞാനിവിടെ ഇട്ടിട്ടുണ്ട്. സോ അതേ പാഡ്ലോക്ക് കിട്ടി. ഈ പാഡ്ലോക്ക് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. നമ്മുടെ 1-ത്തെ പാഡ്ലോക്കാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഗ്രാനി ചാപ്റ്റർ 1-ത്തെ. സോ ഞാനിത് ഇവിടുന്ന് ഈ വീഡിയോയ്ക്ക് ചെറിയൊരു ലാഗ് ഉണ്ടോ എന്നൊരു സംശയം ഉണ്ടായിരിക്കും. ഒരു പൊടിക്ക് ഇച്ചിരി ചെറിയൊരു ലാഗ് ഉണ്ട്. സോ ഞാൻ ഇവിടുന്ന് ക്രോബാർ എടുത്തു. ഇനി നമുക്ക് ക്രോബാർ കൊണ്ടുപോയിട്ട് ഇതാ വേണ്ട. ഇങ്ങനെയാണ് ക്രോബാർ വരുന്നത്, അല്ലാതെ ആ വടി വളച്ച് വെച്ചിരിക്കുന്നതല്ല. അല്ലടാ അതും ക്രോബാർ തന്നെയാണ്. അവിടെ അതുണ്ട്. ഓക്കെ. സോ ഇനി ഞാൻ ക്രോബാർ ഇതിൻ്റെ അടിയിലേക്ക് കൊണ്ടുപോയിട്ട് നമുക്ക് ആ കട്ടിങ് പ്ലെയേഴ്സ് എടുത്തുകൊണ്ട് വരാം. കട്ടിങ് പ്ലെയേഴ്സ് ആണോ അത് കട്ടിങ് പ്ലെയർ ആണോ? കട്ടിങ് പ്ലെയേഴ്സാണ്. സോ ഇനി ഞാൻ ഈ ടേബിളിൻ്റെ അടിയിൽ പോയിട്ട് ഇത് കട്ട് ചെയ്യട്ടെ. ഈ വയർ കട്ട് ചെയ്യട്ടെ. ഇത് നമ്മുടെ ഡോറിൻ്റെ അവിടുത്തെ ആ ഷോക്കില്ല, അതൊക്കെ അങ്ങനെ നിൽക്കും. ഞാൻ കഴിഞ്ഞ കളിയിൽ ഇങ്ങോട്ട് ഞാൻ ആ ഹാൻഡ് വീൽ വെച്ച് തുറന്നിട്ടുണ്ടായി. കഴിഞ്ഞ കളിയിൽ എങ്ങാണ്ട് തുറന്നിട്ടുണ്ടായി. ഇപ്പോൾ തുറക്കാൻ പറ്റില്ല. ഗ്രാനി ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ സ്റ്റൺ ഗണ്ണിൻ്റെ ഉണ്ടത് അവിടെയാണ്. എൻ്റെ പൊന്നെ ഇവിടെ ഈ ഗ്രാനി ഇല്ലാതെ പേടിപ്പീര്. എടാ ഈ ഗ്രാൻഡ് പ CCTV കൂടെ കണ്ടു കിട്ടും നമ്മളെ. അതാ ഇവിടെ വന്ന് ഓടി വന്ന് നിന്ന്. അതുകൊണ്ടാണ് ഗ്രാൻഡ് പ നമ്മളെ CCTV കൂടെ കണ്ടു. ഇതേണ്ട പോണുണ്ടോ? പോകുന്നുണ്ടോ? ഇവിടെ വാ, ഇങ്ങോട്ട് വാ. ഇങ്ങോട്ടാ പോണേ? അതേ പോയി. എടാ ഇവർക്കൊക്കെ എന്നാ ബുദ്ധിയാലേ. നോക്ക്. ഇത് കണ്ടിട്ട് തന്നെ എനിക്ക് തന്നെ ചെയ്തിരുന്നു ഇവരെ. ഈ ഗ്രാനി ആൾ ഭയങ്കര കോമഡിയാണ് എൻ്റെ അമ്മയെ. പക്ഷേ ഗ്രാൻഡ് പ ആൾ ഭയങ്കര സീനാണ്. ഗ്രാൻഡ് പ പിന്നെ പറയണ്ട, ഭയങ്കര സീനാണ്. കാരണം ഈ ഗ്രാനി 3 കളിക്കുമ്പോൾ ഗ്രാൻഡ് പയുടെ കയ്യിൽ ഈ ചെയിൻ തന്നെ ആയിരിക്കുമോ? ആണോ ഇനി? അതോ വല്ലതും ആണോ? അല്ല, ഷോട്ട് ഗണ്ണാണ്. ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. കാരണം ഞാൻ ഗ്രാനി ചാപ്റ്റർ 3 കളിച്ചിട്ടില്ല, വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഗ്രാൻഡ് പയ്ക്ക് ഷോട്ട് ഗണ്ണാണ് എനിക്കറിയാം. ഞാൻ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഗ്രാൻഡ് പയുടെ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. ഭയങ്കര ടെററാണ് ഗ്രാൻഡ് പ അതിനകത്ത്. അതിനകത്തൊരു റോബോട്ടുണ്ട്. നമ്മളിപ്പോൾ എന്തിനാ ഗ്രാനി 3നെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത്? നമുക്ക് 2നെ പറ്റിയല്ലേ ഡിസ്കസ് ചെയ്യണ്ടേ? അപ്പോൾ അടുത്ത വീഡിയോക്കകത്ത് ഞാൻ കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യുന്നില്ല. സോ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ട്രൈ ചെയ്യണം കേട്ടോ. എനിക്കറിയില്ല പറ്റുമോ ഇല്ലയെന്ന്. സോ അതേ ഗ്രാൻഡ് പ വരുന്നത്.
നിക്ക് എടാ ഇങ്ങോട്ട് വാടാ. അയ്യോ ഇപ്പം എന്നെ കൊന്നേ, ജസ്റ്റ് മിസ്. ഓക്കെ, നമുക്ക് ഇപ്പം ഗ്രാൻഡ് പാനെ കൊല്ലാം. റെഡി 3 2. നമുക്ക് മുട്ടിനുണ്ട്. റെഡി 3 2. എൻ്റെ അമ്മേ, ഗ്രാൻഡ് പാനെ കൊന്നേന് ഞാൻ വിചാരിച്ചു ഗ്രാൻഡ് പാ ഷോക്ക് അടിച്ചു. എൻ്റെ അമ്മേ, ഓഫ്. അവിടെ ഇപ്പം ചത്തേനെ, ജസ്റ്റ് മിസ്. ഗ്രാൻഡ് പാ പോട്ടെ, നമുക്ക് ഗ്രാൻഡ് പാടെ തൊട്ടുപുറം തന്നെ പോവാം, അത് നല്ലത്. സോ പോടന്ന് അതേപോലെ നമുക്ക് പോകാം. എടാ ഈ ഗ്രാൻഡ് പാൻ ഉണ്ടല്ലോ, എടാ എന്നെ എന്തിനാണ് എപ്പോഴും ഇങ്ങനെ കൊല്ലണേ? ഞാൻ ഗ്രാൻഡ് പായുടെ ഒരു ഇതല്ലേ, ഞാൻ നിങ്ങളുടെ ഫ്രണ്ടല്ലേ, എന്നെ എന്തിനാ ഇങ്ങനെ കൊല്ലണേ? എന്നെ കൊന്ന കളി മാറുണ്ടോ? ഞാനിപ്പോൾ അങ്ങോട്ട് വരുന്നുണ്ട് നിങ്ങളെ കൊല്ലാൻ. ഡേ 5 ലാസ്റ്റ് ഡേ കണ്ടായി എൻ്റേത്, നിങ്ങളെ കാണിച്ചു തരാം. ഡേ 5 ലാസ്റ്റ് ഡേ ആയതിൻ്റെ, നിങ്ങളുടെ ലാസ്റ്റ് ഡേ, നിങ്ങളുടെ ഫൈനൽ ആൻഡ് ലാസ്റ്റ് ഡേയാ. നോക്കിക്കോ അവിടെ ഈ ലാസ്റ്റ് ഡേ നമുക്ക് ചാവടാ, അതാ നല്ലത്. വെറുതെ എന്തിനാണ് നമ്മളിങ്ങനെ കാണിക്കണേ? നിൽക്ക് ചാവണ്ട. ചാവുന്നതിന് മുമ്പ് ഞാൻ ഈ പാഡ്ലോക്കിൽ നിൽക്കട്ടെ. അയ്യോ ഞാൻ പേടിച്ചു പോയ നീരാളി ഒന്ന് നമ്മളെ ചുമ്മാ ജംസ്കെയർ ഇടിയിക്കുക വെറുതെ ഒരു കാര്യം. നിൽക്ക് നമുക്കിത് ഇവിടെ ഉണ്ടാകും, നമുക്ക് ഇങ്ങോട്ടിടാം, ഈ വെള്ളത്തിലേക്കിടാം. എടാ അത് മറ്റേ അതിൽ കൂടെ താഴെ ചാടി അല്ലേ, അതാ ഞാൻ പ്രാക്ടീസ് ആയിട്ടൊന്നും കളിച്ച് നോക്കിയിട്ടുണ്ടായി, അതുകൊണ്ടാണ്. സോ നമുക്ക് ഇവിടെ നിൽക്കട്ടെ. എൻ്റെ അമ്മ ഇതേ പോണ ആരാണെന്ന് നോക്കി. ഇതൊക്കെ എൻ്റെ ഭഗവാനേ, പുറകെ വന്ന് കണ്ണിൽ ടോർച്ചും കുത്തി കയറ്റി ലൈറ്റും കത്തിച്ചോണ്ട് വന്നേക്കുന്നു. ഇങ്ങോട്ട് വാ. അയ്യോ എടാ ഞാനെന്തിനാണ് ഇങ്ങോട്ട് വിളിച്ചോണ്ട് പോകുന്നേ? വരുന്നുണ്ട്. നിൽക്ക് കാണുന്നില്ലല്ലോ. അയ്യോ ദേ വരുന്നു. ഇപ്പം എടാ വീഡിയോയ്ക്ക് അത്യാവശ്യം നല്ല ലാഗുണ്ട് കേട്ടോ, നല്ല ലാഗുണ്ട് വീഡിയോയ്ക്ക്. നിൽക്ക് പോ നമുക്ക് ഗ്രാനിയുടെ പിന്നാലെ പോവാം. ഇവിടെ തിരിഞ്ഞടാ, ഞാൻ ചത്തടാ. എൻ്റെ അമ്മോളെ എന്നെ കൊന്ന്. ഇതെന്ത് ഗെയിം ഇത്? മനുഷ്യനെ കൊന്നു. ഇതെന്താടാ, എന്നെ കൊല്ലാൻ പോകണോ? ഫൈനലായിട്ട് എനിക്കൊരു ആഗ്രഹം കൂടെ ഉണ്ട്, എന്നെ കൊന്ന്. അയ്യോ അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. സോ അടുത്തൊരു വീഡിയോക്ക് ഞാനത് കംപ്ലീറ്റ് ചെയ്യാം. സോ അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോക്കകത്ത് ഞാൻ ഗ്രാനി ചാപ്റ്റർ 2 കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ബൈ.